തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസാക്കാൻ കേന്ദ്രം. VBG റാംജി ബില്ലിൽ ചർച്ച തുടരും. ഗ്രാമവികസന മന്ത്രിയുടെ മറുപടി ഇന്ന്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം. സഭയിൽ തന്നെ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഒട്ടനവധി പ്രതിഷേധങ്ങളൊക്കെ ഈ ഒരു ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ലോക്സഭയിൽ പാസ്സാക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഇന്ന് എന്തായാലും ഈ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിന്ന് ലോക്സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഏതായാലും കഴിഞ്ഞ ദിവസം 4.25 മണിക്കൂർ നീണ്ട ചർച്ചയാണ് ഈ വിഷയത്തിൽ നടന്നത്, ഈ ബില്ലിന്മേൽ നടന്നത്. എന്തായാലും ഇത് പാസ്സാക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ പോകുന്നതെന്നാണ് പറയേണ്ടത്. അത് വോട്ടിനിട്ട് പാസ്സാക്കണം എന്നൊരു കാര്യമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യത. ഈ 4.25 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ബില്ലിനെതിരെ വലിയ വിമർശനമെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ടായി. ബിൽ വികസിത ഭാരതത്തിന് വേണ്ടിയാണെന്ന വാദമാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യവും അവഗണിച്ചാണ് സർക്കാർ ഈ ബില്ല് പാസ്സാക്കാനായി ഒരുങ്ങുന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ബില്ലിന്മേൽ ചർച്ച വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നു. ഇന്ന് എന്തായാലും ഇതിൽ ഗ്രാമവികസന മന്ത്രി മറുപടി പറയും, ഈ ബില്ലിന്മേൽ മറുപടി പറയും. അതിനുശേഷം ബില്ല് പാസ്സാക്കാനാണ് സാധ്യത. എന്തായാലും പ്രതിപക്ഷം പ്രധാനമായി ആവശ്യപ്പെടുക ഇത് വോട്ടിനിട്ട് പാസ്സാക്കണം, വോട്ടിനിടണം എന്നൊരു ആവശ്യമാണ് പറയുന്നത്. എന്തായാലും ബില്ല് പാസ്സാകുമ്പോൾ വോട്ടിനിടണം എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. ബില്ല് പാസ്സാവുമെങ്കിലും ഇക്കാര്യത്തിൽ വോട്ട് ചെയ്ത് പ്രതിഷേധം അറിയിക്കാനാണ് ഒരു തീരുമാനത്തിലേക്കാണ് പ്രതിപക്ഷം എത്തുന്നത്. എന്തായാലും തൊഴിൽ കൂടുതൽ ആവശ്യമുള്ള കേരളമുള്ള സംസ്ഥാനങ്ങൾ പുതിയ നിയമത്തിലൂടെ ശിക്ഷിക്കപ്പെടുന്നുവെന്നും കാർഷിക സീസണിലെ 60 ദിവസത്തെ തൊഴിൽ നഷ്ടം കുടുംബങ്ങളെ തകർക്കുമെന്നുമാണ് കോൺഗ്രസ് എംപിമാർ പറയുന്നത്. സമാജ്വാദി പാർട്ടി അതോടൊപ്പം തന്നെ DMK അടക്കമുള്ള പാർട്ടികളും ഇതിൽ വലിയ വിമർശനമാണ് കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചത്. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ ഒരു ദിനം തന്നെയാണ് ഈ തൊഴിലുറപ്പ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇന്നെന്തായാലും ഈ ചർച്ചയിൽ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ തൊഴിൽ മന്ത്രി ഇന്ന് ഗ്രാമവികസന മന്ത്രി ഇന്ന് ലോക്സഭയിൽ മറുപടി പറയും. അതിനുശേഷം ബില്ല് പാസ്സാക്കുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നതെന്നാണ് പറയേണ്ടത്. ശരി, തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസ്സാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നടക്കം കടുത്ത പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ലോക്സഭയിൽ കേന്ദ്രം കടക്കുന്നത്. കൂടാതെ തന്നെ പ്രതിപക്ഷമൊക്കെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.